നമസ്കാരം. സ്കൂൾ കുട്ടികളെ അടക്കം കാർന്നു തിന്നുന്ന ലഹരി വിപത്തുമായി ബന്ധപ്പെട്ട് പേരാമ്പ്രയിൽ പോലീസ് അറസ്റ്റ് ചെയ്ത അധ്യാപകർക്ക് ഇടതു അധ്യാപക സംഘടനകളുമായി അടുത്ത ബന്ധമെന്ന് തെളിയിക്കുന്ന കൂടുതൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്ത്. കേരള റിസോഴ്സ് ടീച്ചേഴ്സ് അസോസിയേഷൻ പേരാമ്പ്ര യൂണിറ്റ് ഭാരവാഹികളായിരുന്ന അധ്യാപികമാരുടെ ശക്തമായ ഇടത് രാഷ്ട്രീയ പശ്ചാത്തലമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കേസിലെ മൂന്നാം പ്രതിയായ കെ കാവ്യ, ഒപ്പം അറസ്റ്ററായ പി ബി നീഷ്മ എന്നിവർ KSTAയുടെ തണലിൽ പ്രവർത്തിക്കുന്ന KRTA പ്രധാന നേതൃനിരയിൽ സജീവമായിരുന്നു. ഇരുവരും ഒരേ മേഖലയിലെ സ്കൂളുകളിൽ തുടർച്ചയായി താൽക്കാലിക ജോലി സംഘടിപ്പിക്കുന്നതിനും ഒരേ സ്ഥലത്ത് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതിനും ഇടയാക്കിയത് LDF ഭരണകാലത്തെ ഈ രാഷ്ട്രീയ സ്വാധീനമാണെന്ന ആരോപണം കനക്കുകയാണ്. മുൻപ് നടന്ന സംഘടനാ തെരഞ്ഞെടുപ്പിൽ ഇരുവരെയും ഭാരവാഹികളായി തെരഞ്ഞെടുത്ത ശേഷം അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് KRTAയുടെയും KSTAയുടെയും ഔദ്യോഗിക സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ പങ്കുവച്ച പ്രചരണ പോസ്റ്ററുകളാണ് ഇപ്പോൾ നിർണായക തെളിവായി പുറത്തു വന്നിരിക്കുന്നത്. ഇത് പുറത്തു വന്നതോടെ തങ്ങൾക്കെതിരെ ഉയർന്ന ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ സംഘടനയ്ക്ക് കഴിയാതെയായിട്ടുണ്ട്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ പേരാമ്പ്രയിൽ വെച്ച് നടന്ന KRTA ജില്ലാ സമ്മേളനത്തിൽ വരെ ഇരുവരും സംഘടനയുടെ മുൻനിരയിൽ തന്നെ സജീവമായി പങ്കാളികളായിരുന്നു. അധ്യാപന രംഗത്തെ തങ്ങളുടെ സ്ഥാനം ഉറപ്പിച്ചു നിർണ്ണയിക്കാനും പ്രാദേശികമായി സ്വാധീനം ഉറപ്പിക്കാനും പാർട്ടി ബന്ധത്തെ ഇവർ പരിചയമായി ഉപയോഗിച്ചിരുന്നതായി സഹപ്രവർത്തകർക്കിടയിലും സംസാരമുണ്ട്. എന്നാൽ MDMA അടക്കമുള്ള മാരകമായ രാസലഹരി കേസിൽ പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്യുകയും സംഭവം നാടാകെ വലിയ രാഷ്ട്രീയ വിവാദമായി മാറുകയും ചെയ്തതോടെ ഭാരവാഹികളെ അടിയന്തരമായി തള്ളിപ്പറഞ്ഞ് തലയൂരാനാണ് സംഘടനാ നേതൃത്വം ശ്രമിക്കുന്നത്. ഇവർ കേവലം താൽക്കാലിക അധ്യാപകർ മാത്രമാണെന്നും കഴിഞ്ഞ ഫെബ്രുവരിക്ക് ശേഷം ഇവരുടെ അംഗത്വം പുതുക്കിയിട്ടില്ല എന്നുമാണ് സംഘടനയുടെ ഔദ്യോഗിക വാദം. പക്ഷേ ലഹരിക്കേസ് പ്രതികൾക്ക് CPM നേതൃത്വവുമായും അനുബന്ധ സംഘടനകളുമായും അടുത്ത ബന്ധമുണ്ടെന്ന ആരോപണം ഈ പോസ്റ്ററുകൾ പുറത്തു വന്നതോടെ കൂടുതൽ ചർച്ചയാവുകയാണ്. മുൻ ഭരണകാലത്തെ സ്വാധീനം ഉപയോഗിച്ച് ലഹരി ഇടപാടുകൾ മറച്ചുവെക്കുവാനും അസോസിയേഷന്റെ ബാനർ ദുരുപയോഗം ചെയ്യാനും ശ്രമിച്ചുവെന്നാണ് ഉയരുന്ന പ്രധാന വിമർശനം. വിദ്യാഭ്യാസ മേഖലയിൽ ലഹരി മാഫിയയുടെ വേരുകൾ പടരുമ്പോൾ അതിന് കൂട്ടുനിന്നത് അധ്യാപികമാർ തന്നെയാണ് എന്നത് സമൂഹത്തെ വലിയ ഞെട്ടലിലാണ് എത്തിച്ചിരിക്കുന്നത്. കുട്ടികൾക്ക് നേർവഴി കാണിക്കേണ്ടവർ തന്നെ ലഹരി വിതരണ ശൃംഖലയുടെ ഭാഗമായപ്പോൾ പഴയ സംഘടനാ തണലിലുള്ളതിനാൽ തങ്ങൾ ചോദ്യം ചെയ്യപ്പെടില്ലെന്ന ധാർഷ്ട്യമാണ് പ്രതികളെ നയിച്ചതെന്ന് വ്യക്തമാകുന്നു. താൽക്കാലിക അധ്യാപക നിയമനങ്ങളിൽ പോലും രാഷ്ട്രീയ മുൻഗണന നൽകിയിരുന്നതിനാലാണ് ഇത്തരം പശ്ചാത്തലമുള്ള കുട്ടികൾക്ക് സ്കൂളുകളിൽ എളുപ്പത്തിൽ കയറിപ്പറ്റാൻ സാധിച്ചത്. മുൻ ഭരണകൂടത്തിന്റെ കീഴിലുള്ള വിവിധ വകുപ്പുകളുടെയും ഏകോപനമില്ലായ്മയും പാർട്ടി ബന്ധമുള്ളവരെ പരിശോധനകളില്ലാതെ സംരക്ഷിച്ച മുൻകാല നിലപാടുകളാണ് ഇതിന് വഴിമരുന്നിട്ടത്. VD സതീശൻ സർക്കാരിന്റെയും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെയും നേതൃത്വത്തിൽ നടക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ ലഹരി വിരുദ്ധ ദൗത്യത്തിന്റെ ഭാഗമായാണ് അധ്യാപികമാർ ഇപ്പോൾ കുടുങ്ങിയത്. MDMA വിതരണം ചെയ്തതിലും വിദ്യാർത്ഥികളിലേക്ക് ഇതിന്റെ കണ്ണികൾ എത്തിയോ എന്നതിലും ആഭ്യന്തര വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം വിപുലമായ അന്വേഷണമാണ് പോലീസ് നടത്തുന്നത്.